ഹലോ, എല്ലാവർക്കും സുഖാന്നിയായിരിക്കുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സൈക്കോളജിക്കൽ ടേം മനസ്സിലാക്കിയാലോ? പക്ഷേ ഇത് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്കൊരു കഥയിലൂടെ അതിലേക്ക് പോവാം. ഓക്കെ. സോ ഈ കഥ പണ്ട് മുതലേ എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ചുമ്മാ തമാശയ്ക്ക് വേണ്ടി എപ്പോഴും പറയായിരുന്നു. പക്ഷെ അതിൻ്റെ മീനിങ് എനിക്ക് ശരിക്കും ഈ സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിട്ട് ഇപ്പോഴാണ് മനസ്സിലായത് എന്താണ് അതെന്ന്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദിസ്. ഇതിൻ്റെ ക്യാരക്ടറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടാവും, കാരണം എനിക്ക് ശരിക്കും ആ കഥ ഓർമ്മയില്ല, അപ്പോൾ കുറേ നാളായി കേട്ടിട്ട്. സോ യാ, ഒരു ഒരാൾ ഒരു പട്ടീനെ കൊണ്ട് നടന്നു പോവായിരുന്നു. അപ്പോൾ വഴിയിലുള്ള ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ ഈ കുതിരേനെ കൊണ്ട് നടക്കുന്നതെന്ന്. അപ്പോൾ അയാളിങ്ങനെ, ഇത് കുതിരയല്ല, ഇതെൻ്റെ പട്ടിയാ എന്നുള്ളത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അയാൾ നടന്നുപോയി. രണ്ടാമത്തെ ആൾ വന്ന് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഇയാൾ സെയിം ആൻസർ പറഞ്ഞു, ഇത് കുതിരയല്ല പട്ടിയാണ്. പിന്നെ നടന്നുപോയി. പിന്നെ ഒരാൾ വന്ന് ഇത് തന്നെ ചോദിച്ചു. അത് ഇയാൾ പറഞ്ഞു, ഇത് കുതിരയല്ല, ഇത് പട്ടിയാണ്. ഇങ്ങനെ ഒരു 5 പേര് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇയാൾക്ക് ഭയങ്കര ഡൗട്ട്, ദൈവമേ ഇതിന് കുതിരയാണോ? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പട്ടീനെ കൊണ്ടാണല്ലോ നടക്കാറിങ്ങി, ഇത് കുതിരയായി പോയോ? എനിക്കെന്തോ പ്രശ്നമുണ്ട്, അയ്യോ ഞാൻ എന്തോ ഓർക്കുന്നതൊക്കെ തെറ്റാണ്. അതാണ് അയാൾ വിചാരിക്കാൻ തുടങ്ങി. സോ ഇതിനെ നമ്മൾ സൈക്കോളജിക്കലി ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഗ്യാസ് ലൈറ്റിംഗ് വേർ വൺ പേഴ്സൺ ട്രൈസ് ടു മാനിപ്പുലേറ്റ് അനദർ പേഴ്സൺസ് റിയാലിറ്റി, അല്ലെങ്കിൽ മെമ്മറി, ഇമോഷൻ, പെർസെപ്ഷൻ, ഇതിനെയൊക്കെ നമ്മൾ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും. അതൊരു ടൈപ്പ് ഓഫ് മാനിപ്പുലേഷൻ ആണ്. വേറൊരാൾ നമ്മൾ കാണുന്നതല്ലാത്ത കാര്യങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇത് വെറുതെ നമ്മളോട് ഡിസഗ്രി ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഗ്യാസ് ലൈറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് ഹീസ് ഡിസഗ്രിങ് ടു ഇറ്റ്. ഓക്കെ, അത് ഗ്യാസ് ലൈറ്റിംഗ് അല്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ റിയാലിറ്റി ഫുള്ള് മാറ്റാൻ നോക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ ദാറ്റ്സ് നോൺ ഇസ് ഗ്യാസ് ലൈറ്റിംഗ്. ഓക്കെ, ആൻഡ് ഇത് ഇങ്ങനെ കൂടുതൽ വന്നു കഴിയുമ്പോഴേക്കും വിക്ടിം അല്ലെങ്കിൽ ആ കേൾക്കുന്ന ആൾക്ക് ആൻസൈറ്റി ഉണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം, ഓവർ തിങ്കിങ് ആവാം, ഇമോഷണൽ ഡിസ്റെഗുലേഷൻ ആവാം, ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ നിൽക്കുക. ഇനി ഇഫ് ദേ ആർ കൂടുതൽ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് മാനിപ്പുലേഷൻ, ഇറ്റ്സ് നോട്ട് ലവ്, ഇറ്റ്സ് നോട്ട് ഫ്രണ്ട്ഷിപ്പ്, ഇറ്റ്സ് നോട്ട് കെയറിങ്, ഇറ്റ് മൈറ്റ് ബി മാനിപ്പുലേഷൻ. സോ ബി കെയർഫുൾ, മേക്ക് ഗുഡ് പീപ്പിൾ ഇൻ യുവർ ലൈഫ് ആൻഡ് പ്ലീസ് യൂസ് ദിസ് വേർഡ് കെയർഫുള്ളി. കാരണം എല്ലാത്തിനും നമ്മൾ ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും ഗ്യാസ് ലൈറ്റിംഗ് ആണെന്ന് പറയരുത്. പ്ലീസ് യൂസ് ദ ടേം for what it actually means. Okay, bye bye. So I'll see you in the next video with a good psychological word and a good example. Bye.